അറിയാം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്ന ഈ അധ്യായത്തിൽ ജ്ഞാനത്തിൻ്റെ 20 ലക്ഷണങ്ങൾ ഭഗവാൻ പറയും. ഇതിലാദ്യത്തെ അമാനിത്വം, അദംഭിത്വം, ഒന്ന് ബുദ്ധിപരമാണെങ്കിൽ മറ്റൊന്ന് കർമ്മപരമായിട്ടുള്ളതാണ്. ഈ രണ്ടും ഞാൻ മാനിയാണെന്ന ഭാവമില്ലായ്മ, അതുപോലെ തന്നെ തൻ്റെ കർമ്മങ്ങളിൽ ശുദ്ധി ഉണ്ടായിരിക്കുക. ഈ കർമ്മങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എററുണ്ടെങ്കിൽ നമ്മളതിനെ മറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ അത് ഉൾക്കൊള്ളാനും തിരുത്താനും തയ്യാറാവുന്ന മനോഭാവം. ഞാനത് ചെയ്തു, എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പറ്റില്ല, അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞ് വെറുതെ സമയം മെനക്കെടുത്തുണ്ടാവെന്ന് പറയും. അപ്പോൾ അപ്പം അങ്ങനെ പുതിയ അറിവുകൾ നമുക്ക് അങ്ങനെ ആർജിക്കാം. അതാണ് അതിൻ്റെ ശരി. അപ്പോൾ അമാനിത്വം, അദംഭിത്വം, അഹിംസാക്ഷാന്തിരാർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹ. ഇതാണ് 8-ാമത്തെ ശ്ലോകം കൊണ്ട് 13-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകത്തിൽ പറയണം. അപ്പോൾ ഇതിൽ 2 നമ്മൾ കണ്ടു. അമാനിത്വവും അദംഭിത്വവും. അഹിംസയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താണ് അഹിംസ? അഹിംസ ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക. ന ഹിനസ്തീതി അഹിംസ എന്നാണ്. അപ്പോൾ ഹിംസിക്കുക എന്നുള്ളത് പലതരത്തിലാണ് നമ്മുടെ ഹിംസ. ഒന്ന്, ശാരീരികമായ പീഡ വരുത്തുക, മറ്റുള്ളതിനെ വേദനിപ്പിക്കുക, ശാരീരികമായ പീഡനങ്ങൾ. പിന്നെ മാനസികമായിട്ടുള്ളതുണ്ട്, ബുദ്ധിപരമായിട്ടുള്ളതുണ്ട്. ഈ അഹിംസ എല്ലാ നിലയിലും ആചരിക്കേണ്ടതാണ്. നമ്മൾ അഹിംസയുടെ ഒരു മറുപുറമായിട്ടാണ് മഹാത്മജിയെ കാണുക. അഹിംസയ്ക്ക് വേണ്ടി നിലകൊണ്ട ആൾ എല്ലാ കാര്യത്തിലും. പക്ഷെ അദ്ദേഹത്തെ ഹിംസിച്ചു എന്നുള്ളത്, കൊന്നു എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യം. സ്വതന്ത്ര ഭാരതത്തിൽ 6 മാസം തികച്ചു ജീവിക്കാൻ അനുവദിച്ചില്ല മതഭ്രാന്തന്മാർ. ഗാന്ധിജി നിലകൊണ്ട സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ അതുപോലെ അഹിംസയുടെ പ്രതിരൂപമായിരുന്നു, അതുപോലെ പ്രാവർത്തികമാക്കി ജനങ്ങൾക്ക് അത് പ്രാവർത്തികമാക്കാൻ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ആർജവത്തോടുകൂടി പറഞ്ഞ മഹാത്മജിയെ വെടിവെച്ചു കൊന്നു. വളരെ ആസൂത്രിതമായി, അവിചാരിതമായി സംഭവിച്ചതല്ല, വളരെ ആസൂത്രിതമായി. അഹിംസ എന്ന വാക്ക് നമ്മൾ എപ്പോഴും കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു മറുപുറമായിട്ടാണ് മഹാത്മജിയെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. പക്ഷേ ഗാന്ധിജിയിൽ നിന്നല്ല അഹിംസ നമ്മൾ പഠിക്കേണ്ടത്, ഗീതയിൽ നിന്ന് തന്നെയാണ്. ഗാന്ധിജിക്ക് പ്രചോദനമായിട്ടുള്ളത് ഗീത തന്നെയാണ്. ഗീതയിൽ നിന്നാണ് ഗാന്ധിജി പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസിൽ മാർട്ടിൻ ലൂതർ കിങ് അമേരിക്കയിൽ ട്രൂത്ത് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് മൂവ്മെൻറ്റിന് നാമകരണം ചെയ്തത്. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളാണ് മഹാത്മജി. അദ്ദേഹം ഇവിടെ വരികയും കുറേ ദിവസങ്ങൾ ചിലവഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഗാന്ധിയുടെ സ്മൃതിയിൽ പുഷ്പചക്രം സമർപ്പിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം അതൊക്കെ. ഗാന്ധിജി ഒരുപാട് പേര്, ഇപ്പോൾ ഐൻസ്റ്റീനൊക്കെ വല്ലാതെ സ്വാധീനപ്പെട്ടിട്ടുള്ള ആളാണ് മഹാത്മജി. അങ്ങനെ ഒരുപാട് പേര്. അതെന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ നിഷ്ഠയുള്ള ജീവിതമാണ്. ഈ പറഞ്ഞ പോലെ അമാനിത്വമാണ്. അമാനിത്വവും അദംഭിത്വവും ഒക്കെ നിറയുണ്ട്. അപ്പോൾ ഇന്നതാണ് തൻ്റെ തൊഴിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ അത് ഇന്ന ആൾക്ക് ചെയ്യുന്ന പണി അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഗാന്ധിജി പട്ടേലിനോട് പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം ഈ കൽക്കത്തയിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത്
ഇന്ത്യയൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ആഘോഷിക്കുന്ന സമയത്ത്, ഇന്ത്യ സ്വതന്ത്രമാകുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അതിന് ഗാന്ധിജി സാക്ഷിയല്ലായിരുന്നു എന്നുള്ളത് നമ്മളിൽ എത്ര പേർക്ക് അറിയാമെന്നുള്ളത് നമുക്കറിയില്ല. ഗാന്ധി അപ്പം കൽക്കട്ടയിൽ നിരാഹാരം ഇരിക്കുകയാണ്, അവിടുത്തെ ഹിന്ദു മുസ്ലിം ലഹള അവസാനിപ്പിക്കുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിനെ ഇതേപോലെ തന്നെ മുഹമ്മദ് ഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിക്കുന്നുണ്ട്. രക്ഷപ്പെട്ടതാണ്. അങ്ങനെ തിരിച്ച് ഇന്ത്യ സ്വതന്ത്രമായി ഒക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കൽക്കത്തയിൽ നിന്ന് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന അത് ഒക്കെ കഴിഞ്ഞിട്ടാണ് കൽക്കത്തയ്ക്ക് വരുന്നത്, കൽക്കത്തയിൽ നിന്ന് ഡൽഹിക്ക് വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് പറയുന്നുണ്ട്, ഞാനിനി ഡൽഹിയിൽ വന്നാൽ ജീവിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഞാൻ ജീവിക്കാൻ പോകുന്നത് ഈ ബങ്കിങ് കോളനിയിലാണ്. ഡൽഹിയിൽ ബങ്കിങ് കോളനി. ഈ ബങ്കിങ് കോളനി എന്താണ് എന്ന് ചോദിച്ചാൽ, ആ ബങ്കിങ് കോളനിയുടെ പ്രത്യേകത, ഈ നമ്മുടെ അക്കാലത്ത് ഈ മലം ചുമക്കുന്ന ആളുകളുണ്ട്, തോട്ടികൾ എന്ന് പറയും. എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടല്ലോ. ബക്കറ്റിലാണ് ഇവരിത് കൊണ്ടുപോവുക, പാവങ്ങൾ. എന്നിട്ട് വലിയൊരു വണ്ടിയിലൊഴിച്ച് അവിടുന്ന് അങ്ങനെ കൊണ്ടുപോകുന്ന കാലം. അപ്പോൾ ഇവർ കൂടി താമസിക്കുന്ന കോളനിയാണ് ബങ്കിങ് കോളനി അന്ന്. അപ്പോൾ ഗാന്ധിജി പറയണത്, ഞാൻ അവിടെയാണ് താമസിക്കുക, അതിലാണ് എനിക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കേണ്ടത്. അങ്ങനെ ഞാൻ ഇന്ത്യയിലെ എല്ലാ ഇങ്ങനെയുള്ള കോളനികളിൽ, ഇന്ന് കോളനി എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കാൻ അല്ല, നമ്മൾ കേരളത്തിൽ നിന്ന് കോളനി എടുത്തു മാറ്റി, ആ കൊളോണിയൽ കൾച്ചറിനെ അനുസ്മരിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ള നിലയിൽ. എന്തിനാണ് ഞാൻ അവിടെ താമസിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ അമാനിത്വവും അദമ്പിത്വവും മറ്റുള്ളവർക്ക് വരാൻ വേണ്ടിയാണ്. ഗാന്ധിജി ഗീത വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളാണ്. അത് ഗാന്ധിജി ഗീത പ്രഭാഷണം നടത്തിയിട്ടല്ല മറ്റുള്ളവർക്ക് ആ സന്ദേശം പകർന്നു നൽകിയത്, തൻ്റെ ജീവിതം കൊണ്ടാണ്. അപ്പം എങ്ങനെ മറ്റുള്ളവരത് അനുകരിക്കണം? അതിന് ഗാന്ധിജി പറയുന്നുണ്ട്, കൃത്യമായി പറയുകയാണ്. ഗാന്ധിജി പറയുന്നുണ്ട്, ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന ഇന്ത്യയുടെ നേതാക്കന്മാർ, നെഹ്റു, പട്ടേൽ, വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ, നേതൃനിരയിൽ നിൽക്കുന്ന ഉത്തരവാദിത്തമുള്ള മന്ത്രിമാർ. ഗാന്ധിജി അതിനൊന്നും ആ അധികാരത്തിൻ്റെ ആ കസേരയിലേക്ക് ഗാന്ധിജി പോയിട്ടില്ല. അപ്പോൾ ഗാന്ധിജി പറയുന്നത്, ഇവരെന്നെ കാണാൻ വരും, തീർച്ചയായിട്ടും. അപ്പോൾ ഇവരെന്നെ കാണാൻ വരുമ്പോൾ എന്നെ കാണാൻ വരുന്ന വഴിയോരങ്ങളിലും ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള സ്ഥലം അങ്ങനെയുള്ളതായിരിക്കും. അപ്പോൾ അവർക്ക് ഈ ജനതയെ കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ സൈഡിൽ മറവെച്ച് കെട്ടുന്ന പരിപാടിയൊന്നും ഗാന്ധിജി ആലോചിച്ചിട്ടില്ല. അവർ കാണാൻ വരും എന്നെ. അപ്പോൾ അവർക്ക് ഈ ആളുകളെ കാണാതിരിക്കാൻ പറ്റുകയില്ല. അതിലൂടെ ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട്, എന്നെന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് അവരെ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനായിട്ട് ഞാൻ ഇന്ത്യയുടെ ഓരോ ഗ്രാമങ്ങളുടെ ഈ പറഞ്ഞ ഏറ്റവും അശരണരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഞാൻ ചേക്കേറും. ഗാന്ധിജിയുടെ ഒരു വലിയ ഒരു സങ്കല്പമായിരുന്നു. പക്ഷെ അതിനൊന്നും നമ്മൾ ഈ പറഞ്ഞ ക്രൂരന്മാർ, ഇന്ത്യ ആ തരത്തിൽ യശസ്സിനെ പ്രാപിക്കണം, അങ്ങനെയൊരു ഐക്യത്തോടു കൂടിയിട്ടുള്ള ഇന്ത്യ ഉണ്ടാവണം, ഗാന്ധിജി വിഭാവനം ചെയ്ത, ശരിക്കും ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ ഭഗവത്ഗീതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്ന്. അതായത് രാമരാജ്യം എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. അല്ലാതെ രാമൻ്റെ ഫോട്ടോ തീരെ ഇങ്ങനെ റോഡ് സൈഡിൽ മൊത്തം നിരത്തിയിട്ടുള്ള ഒരു രാജ്യത്തെ അല്ല. രാമരാജ്യം എന്താണെന്ന് ഗാന്ധിജിയുടേത് വായിക്കണം. രാമരാജ്യം, സത്യാഗ്രഹം, അതിനൊക്കെ ഗാന്ധിജി നൽകുന്ന നല്ല മനോഹരമായ നിർവചനങ്ങളെല്ലാം ഭഗവത്ഗീതയുടെയും ഉപനിഷത്തിൻ്റെ, പ്രത്യേകിച്ച് ഈശാവാസ്യ ഉപനിഷത്ത് ഗാന്ധിജിയുടെ നിത്യപ്രാർത്ഥനയിൽ, ഇന്നും ഗാന്ധിയാശ്രമങ്ങളിലെ നിത്യപ്രാർത്ഥനയിൽ മുടക്കം കൂടാതെ ചെയ്യേണ്ടുന്ന ഒന്നാണ് ഈശാവാസ്യ ഉപനിഷത്ത്. വിനോബാജിയെ കൊണ്ട് ഗാന്ധിജി അതിന് ഭാഷ്യം എഴുതിക്കുന്നുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള. അതാണ് ആശ്രമങ്ങളിൽ വായിക്കുന്നതും
ചർച്ച ചെയ്തു പോരുന്നത്. വിനോബാജിയുടെ ഈശാവാസ്യത്തിൻ്റെ ഭാഷ്യമാണ്. നല്ല അതിമനോഹരമാണ്. അതിൽ ആരും പറയാത്ത, അതായത് ശങ്കരാചാര്യരും ഒന്നും തന്നെ പറയാത്ത ഈ വിനോബാജിയുടെ ഒരു എന്താ പറയുക, വളരെ സിമ്പിളായിട്ടുള്ളതുണ്ട്. ഇപ്പോൾ അസുര്യ നാമതേ ലോകാഹ അന്ധേന തമസാവൃത താംസ്തേ പ്രത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോജനാഹ എന്ന് പറയും. ആത്മഹനോജനാഹ, ആത്മഹന്താക്കളായിട്ടുള്ള ആളുകൾ അവർ എന്താണ്? അസുര്യ നാമത്തെ ലോകാഹ, അസുരന്മാരുടെ നാമത്തെ, അസുരന്മാരുടെ ആ നാമത്തെ സൂചിപ്പിക്കുന്ന അവർ ആ ലോകത്തെ പ്രാപിക്കുന്നു, അസുരന്മാരുടെ ലോകത്തിലേക്ക് പ്രാപിക്കുന്നു. അവിടെ വിനോബാജി അസുര്യ നാമത്തെ ലോകാഹ എന്നുള്ളതിന് വിനോബാജി നൽകുന്ന വ്യാഖ്യാനം സൂര്യരഹിതമായ ലോകം എന്നാണ്. ഇരുട്ടിൻ്റെ അന്തം തമ പ്രവിശന്തി, വളരെ എന്ത് സിമ്പിളാണെന്നറിയും. ഇരുട്ടിൻ്റെ ലോകമാണ്. അവരുടെ ലോകത്തിൽ സൂര്യനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചകളൊന്നും, ബാഹ്യമായ കാഴ്ചകളൊന്നും കാണാത്തവർ, കാണേണ്ടതിനെ കാണേണ്ട രീതിയിൽ കാണാത്ത അന്ധന്മാർ, അവരാണവർ. മനോഹരമായിട്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ അമാനിത്വവും അദംഭിത്വവും ഒക്കെ, അഹിംസയും, അങ്ങനെ എല്ലാ ഗുണങ്ങളുടെ കാര്യങ്ങൾ പലതും ഗാന്ധിജി പരീക്ഷണം നടത്തിയിട്ടുണ്ട്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അതാണ് ഗാന്ധിജി ഗീതയ്ക്ക് വ്യാഖ്യാനം നൽകിയിട്ട് ഗീത അതിൻ്റെ ഗാന്ധിജി അതിന് കൊടുത്ത ടൈറ്റിൽ എന്താണ്? അനാസക്തി യോഗം എന്നാണ്. മൊത്തത്തിൽ ആസക്തിരഹിതമായ, സംഘമില്ലായ്മയാകുന്ന, അതാണ് ഗീതയിൽ ഗാന്ധിജി കാണുന്നത്. ഗീതയുടെ എസൻസ് എന്ന് പറയുന്നത് അതാണ് ഉപനിഷത്തിൻ്റെ ത്യക്തേന ഭുഞ്ചീതാഹ, ത്യജിച്ചുകൊണ്ട്, ഞാനെന്നും എൻ്റേതെന്നും. അക്കാര്യത്തിൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു തരത്തിലും കുലുങ്ങിയിട്ടില്ല. ഈ മക്കൾ ഇങ്ങനെ ആയല്ലോ ഈശ്വര, ഞാനിങ്ങനെ നാട് നന്നാക്കാൻ ഇറങ്ങുന്നു, എൻ്റെ മക്കളിങ്ങനെ താന്തോന്നികളായി പോയല്ലോ, കുടിച്ച് ലക്ക് കെട്ട് ബോധമില്ലാതെ ഗാന്ധിയുടെ മുന്നിലേക്ക് വരുന്നുണ്ട് വലിയ സദസ്സിൽ. ഒന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. കാരണം ഇവിടെ പറയുന്ന 20 ലക്ഷണങ്ങൾ ഗാന്ധിക്ക് പൂർണ്ണ രൂപത്തിൽ ചേരുന്നതാണ്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂപ്പരതിൽ സക്സസ് ആയിട്ടുള്ള ആളാണ്. ഈ ഗീത, ജീവിക്കുന്ന ഗീതയായിരുന്നു മഹാത്മജി. നമ്മൾ ഇന്നും മര്യാദയ്ക്ക് അറിഞ്ഞിട്ടില്ല ഗാന്ധിജിയെ. അമാനിത്വം, അദംഭിത്വം, അഹിംസ. അപ്പം ഹിംസിക്കാതിരിക്കുക എന്നുള്ളതിൽ ഒരാൾക്ക് മറ്റൊന്നിനെ ഹിംസിക്കണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അറിവില്ലായ്മയിലാണ്. തന്നിൽ നിന്ന് അന്യമായി അതിനെ കാണുന്നു. അതിൻ്റെ സാന്നിധ്യം തനിക്ക് ഗുണപരമായിട്ടുള്ളതല്ല. അതുകൊണ്ട് അതിനെ ഉന്മൂലനം ചെയ്യേണ്ടത് തൻ്റെ ആവശ്യമാണ് എന്ന് കരുതിയിട്ടാണ് ഒന്നിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനെയാണ് ഹിംസിക്കുന്നത്. അത് പലതരത്തിലാണ് ഈ ഹിംസ നടക്കുന്നത്. അപ്പോൾ ഈ അഹിംസ ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? അതും ഞാനും വേറെയല്ല എന്നുള്ള ചിന്ത ഉണ്ടാവണം. അതാണ് ഇതിൻ്റെ പരമമായ ധർമ്മമായിട്ട്, സനാതന ധർമ്മത്തിൻ്റെ പരമമായ ധർമ്മം അഹിംസയാണ്. അഹിംസോ പരമോ ധർമ്മ എന്നാണ്. ഹിംസിക്കാതെ ഇരിക്കുക ഒന്നിനെയും. ഇതല്ല, രാവിലെ തന്നെ ഹിംസയ്ക്ക് ഇറങ്ങുക, സോഷ്യൽ മീഡിയയിൽ 2 തെറി പറയുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരുന്നാൽ വയ്യ. എന്നിട്ടോ പേര് ഭയങ്കര സനാതന ധർമ്മിയാണ്. സനാതനത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളുടെ 7 അയലത്തു കൂടെ ഈ വിദ്വാന്മാർ പോയിട്ടില്ല. നമ്മൾ ആരെങ്കിലും പ്രത്യേകം പറയല്ല, പറഞ്ഞ് അഭിമാനം കൊള്ളൽ മാത്രം. ഇതെല്ലാം സിമ്പിളായിട്ട് നമ്മൾ അനുവർത്തിക്കുക എന്നുള്ളതാണ്, വേറെ ഒന്നുമില്ല ഇതിൽ. അപ്പോൾ വാചികം, മാനസികം, ഭൗതികം, കർമ്മം
ഈ എല്ലാ നിലയിലും അഹിംസയെ സ്വാംശീകരിക്കുക. ഇതെല്ലാത്തിനെയും തല്ലിക്കൊല്ലണം എന്നുള്ള ചിന്തയാണ്. ഇതൊക്കെ ജനിച്ചത് തന്നെ എന്തിനാണെന്നാണ് ചിലർ ചോദിക്കുന്നത്. ഇതിനെയൊക്കെ വല്ല കാര്യമുണ്ടോ ജനിപ്പിക്കേണ്ടത്? ഇതൊക്കെ എനിക്ക് ശല്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അഹിംസ ന ഹിനസ്തി ഇതി. പിന്നെ എന്താണ്? ക്ഷാന്തി. ക്ഷാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം, ക്ഷമ. ക്ഷമയ രോചത്തെ ലക്ഷ്മീന. ക്ഷമയിലാണ് ലക്ഷ്മി പ്രകാശിക്കുന്നത്. ക്ഷമിക്കാൻ സാധിക്കുക. ക്ഷമിക്കൽ എങ്ങനെയാണ് ക്ഷമ വരുന്നത്? എന്തുകൊണ്ടാണ്? മനസ്സിലാക്കലിലാണ്. നമ്മളൊരാളെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവരെ ക്ഷമിക്കാം. പിന്നെ ചിലതുണ്ട്, നമ്മൾ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കുമ്പോൾ അത് അവർക്കും ഗുണപരമായി തീരും. അവരിൽ എന്തെങ്കിലും ഒരു വീണ്ടു വിചാരത്തിനൊരു സാധ്യത ഉണ്ടാവും. നമുക്ക് ശത്രുവായിട്ട് നിർത്തണ്ട, ക്ഷമിക്കാം എന്ന് പറഞ്ഞാൽ അപ്പം എന്താ, നമുക്ക് വിദ്വേഷം, നമ്മുടെ ഉള്ളിൽ വിദ്വേഷം ഉണ്ടാവുകയും അവനെ ഉന്മൂലനം ചെയ്യണം, അവളെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ചിന്ത ഇല്ലാതിരിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് ക്ഷമയാ രോചത്തെ ലക്ഷ്മി. ലക്ഷ്മി പ്രകാശിക്കുന്നു ആ വിദ്യാരൂപത്തിലും എല്ലാ നിലയിലും. അമാനിത്വം, അദംഭിത്വം, അഹിംസ, ക്ഷാന്തി. അഞ്ചാമത്തത് ആർജവം. ആർജവം എന്ന് പറയുന്നത് വക്രതയില്ലായ്മ എന്നുള്ളതാണ്. നമ്മൾ പറയുമല്ലോ, അയാളുടെ പണികളെല്ലാം ഉള്ളുകൂടെയാണ്, ഒരു നട്ടല്ലില്ലാത്തവനാണ്. നമ്മൾ മലയാളത്തിൽ ഇതൊക്കെ പറയും, നട്ടല്ലില്ലായ്മ. എന്താണ്? ഒളിച്ചിരുന്നിട്ടാണ് പരിപാടികളൊക്കെ, നേർക്ക് നേരെയല്ല. ഋജുത്വമില്ലായ്മ. ആ നേരെ നേരെ പറയാനുള്ള ആർജവമുണ്ടോ? അതില്ല. അതിനാണ് നമ്മൾ പറയാം ആർജവം എന്ന്. എല്ലാം വളഞ്ഞ വഴിയിലാണ്. നേരെ കണ്ട ഹായ് ഹൂയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടൊക്കെ ചിരിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ പണി ഉള്ളിലൂടെയാണ്. അതില്ലാതിരിക്കുക, അങ്ങനെ 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 തോന്നാതിരിക്കുക. അതാണ് എന്ത്? ആർജവം. ഋജോർഭാവ ഇത് ആർജവ എന്ന, ഋജുത്വമാർന്ന ഭാവം, സ്ട്രൈറ്റ് ഫോർവേഡ്. അർജുനൻ അതാണ്, ദുര്യോധനൻ അതല്ല. ദുര്യോധൻ്റെ ഏർപ്പാടുകളെല്ലാം വളഞ്ഞ വഴിയാണ്. അതിന് ഏറ്റവും അതേ ദുര്യോധനെ വളപ്പിക്കുന്ന ഒരാളുണ്ട്, ശകുനി മാമൻ. മൂപ്പരെപ്പോഴും ഇങ്ങനെ വളഞ്ഞ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അമാനിത്വം, അദംഭിത്വം, അഹിംസ, ശാന്തി, ആർജവം. ആറാമത്തത് ആചാര്യോപാസനം. ആചാര്യൻ, ഗുരു. ആചാര്യോപാസനം, ആചാര്യൻ്റെ സമീപത്ത് പോയി ഇരിക്കുക. ഒരാചാര്യൻ നമുക്ക് ഉണ്ടാവുക, കൂടെ ഉണ്ടാവുക. അത് വളരെ പ്രധാനമാണ്. ഒരാചാര്യൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്, നമുക്കിതൊക്കെ പറഞ്ഞു തരാൻ, പഠിപ്പിച്ചു തരാൻ കൂടെ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത്. അത് കൂടെ എപ്പോഴും നടക്കണം എന്നുള്ളതല്ല. ഒരു ഗുരു എന്നുള്ളത് അത് ഈ കാഷായ വേഷധാരികൾ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളെ അറിയുന്ന, നമുക്ക് നമ്മളെ സമർപ്പിക്കാൻ, സറണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരിടം. ചിലപ്പോൾ അമ്മയാവാം, അച്ഛനാവാം, ജ്യേഷ്ഠനാവാം, ഭാര്യയാവാം, ഭർത്താവാം, മക്കളാവാം. ഒരു പ്രത്യേക ബന്ധം നമ്മളങ്ങനെ നമുക്കുണ്ടാവണം. ചിലപ്പോൾ ഈ വ്യക്തിബന്ധങ്ങളിലൊന്നും അത് ഉണ്ടാവില്ല. അത്തരം ഒരു സമ്പൂർണ്ണമായി നമുക്ക് നമ്മളെ സമർപ്പിക്കാൻ പറ്റില്ല. അവിടെയൊക്കെ പലപ്പോഴും സ്വന്തക്കാർ കൗൺസിൽ ചെയ്താൽ ശരിയാവാത്തത് അതുകൊണ്ടാണ്. അവിടെ ഒരു സ്വാഭാവികമായ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അതുകൊണ്ട് വേറിട്ട് തന്നെ നിൽക്കുന്ന ഒരാളായിരിക്കണം. അതുകൊണ്ടാണ് ഗുരുക്കന്മാർക്ക് പ്രസക്തിയും പ്രാധാന്യവും ഉള്ളത്. ഗുരുവിൻ്റെ സാന്നിധ്യം, ഗുരു എന്നുള്ളത്
ഭാരതീയ സങ്കല്പത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വേറെ എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ഗുരു ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കുറച്ചിലാണ്. ഗുരുവഷ്ടകത്തിൽ ശങ്കരാചാര്യർ ചോദ്യമായിട്ട് ചോദിക്കും, വിദേശേഷു മാന്യ സ്വദേശേഷു ധന്യഃ സദാചാരവൃത്തേഷു മത്തോ ന ചാന്യ മനശ്ചേന്ന ലഗ്നം ഗുരോരംഘ്രിപത്മേ മനശ്ചേന്ന ലഗ്നം ഗുരോരംഘ്രിപത്മേ തതക്കിം 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 തതക്കിം. വിദേശേഷു മാന്യ, വിദേശ രാജ്യത്ത് മാന്യനാണ്, ബഹുമാനിതനാണ് പലർക്കും. വിദേശത്ത് മാന്യനാണെങ്കിൽ സ്വദേശത്തോ സ്വദേശേഷു ധന്യ, ധന്യനുമാണ്. ആളുകൾക്ക് ഇതേപോലെ മതിപ്പൊക്കെ ഉള്ള ആളാണ്. വിദേശത്ത് മാന്യനാണ്, സ്വദേശത്ത് ധന്യനുമാണ്. സദാചാരവൃത്തേഷു മത്തോ ന ച അന്യഃ, സദാചാരവൃത്തനാണ് മറ്റേതൊരാളെക്കാളും. യാതൊരു വിധത്തിലോ ദുശീലങ്ങളോ ദുർനടപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ മനശ്ചേ നലഗ്നം ഗുരോരംഘ്രിപത്മേ, മനസ്സ് ഗുരു എന്നൊരു സങ്കല്പത്തിൽ, ഒരു സാന്നിധ്യത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇല്ല എങ്കിൽ തതക്കിം 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 തതക്കിം, അനന്തരം പിന്നെ എന്ത് പിന്നെ എന്ത് പിന്നെ എന്ത് എന്നാ, പിന്നെ എന്തുണ്ടായിട്ട് എന്താണ് എന്നാ. അപ്പോൾ ഗുരു അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു ആചാര്യോപാസനം. അപ്പം ഇത് മറ്റേ ഞാൻ ഇന്ന് ഗുരുവിൻ്റെ ആളാണ്, അപ്പോൾ നമുക്കെന്താണെന്ന് പറയും, ഫാൻസ് അസോസിയേഷനാണ്, അതുപോലെയാണ്. ഇന്ന ഗുരുവിൻ്റെ ആളാണ് ഞാൻ. ഈ പറയുന്ന ഗുരുവായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ഗുരു നിങ്ങളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആ ഗുരുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, മൂപ്പര് ഭയങ്കരമാണ്. അങ്ങനെ ഒരു ഫുട്ബോൾ താരങ്ങളോട്, സിനിമാ താരങ്ങളോട്, മറ്റ് പല രാഷ്ട്രീയ നേതാക്കളോട്, ഇവരോടൊക്കെ തോന്നുന്ന പോലെയുള്ള ഒരു ആരാധന, ഒരു വീരപരിവേഷം, അങ്ങനെ അതിൽ മെമ്പറാണ് ഞാനും. അങ്ങനെയുള്ളതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. വലിയ വലിയ ആശ്രമങ്ങളും ഒരുപാട് സ്ഥാപനങ്ങളും സ്വത്തുവകകളും പ്രശസ്തിയും ഇതൊക്കെയുള്ള വലിയ വലിയ ആൾക്കാർ, അവിടുത്തെ ഒരാൾ നമ്മളെ പേഴ്സണലായിട്ട് അറിയുമോ? നമ്മുടെ ഒരു പ്രശ്നത്തെ നമുക്ക് പേഴ്സണലായിട്ട് പറഞ്ഞ് അത് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ അറിയുക, നമ്മളെ മനസ്സിലാക്കുക, ഇതിനൊരു കൃത്യമായ നമുക്ക് നമ്മളെ സമർപ്പിക്കാൻ പറ്റുക. അവിടെയാണ് മനശ്ചേന്ന ലഗ്നം ഗുരോരംഘ്രി പത്മേ എന്ന് പറയുന്നത്. ഗുരുവിൻ്റെ പാദം പത്മപാദമാണ്. അത് സിംബോളിക്കാണ്. ഗുരു നിലകൊള്ളുന്നത് എവിടെയാണ്, ഏത് മൂല്യത്തിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്, ആ മൂല്യത്തിലേക്ക് ഞാൻ എൻ്റെ ശിരസിനെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. സിംബോളിക്കാണ്. അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ചെയ്തോളണമെന്നൊന്നുമില്ല. അപ്പം അങ്ങനെയൊരു ഒരു ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ വേണം. അതിപ്പോൾ എവിടെ കിട്ടും? ഗൂഗിൾ ചെയ്താൽ നമ്മുടെ
നമ്മൾ ചിലതൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കുമല്ലോ. ഗ്രോസറി സ്റ്റോർ നിയർ മീ, മെഡിക്കൽ ഷോപ്പ് നിയർ മീ. അപ്പോൾ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പൊക്കെ വരും. അതുപോലെ ഗുരു നിയർ മീ, വല്ല ഗുരു എന്നുള്ള പേരിൽ വല്ല മെഡിക്കൽസോ വേറെ വല്ല എന്താ പറയുക സർവീസ് സ്റ്റേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും ചിലപ്പോൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഗുരുവിനെ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ അത് സംഭവിക്കണം. അതിനാദ്യം നമ്മളെന്താവണം? ശിഷ്യനാവണം. അപ്പോൾ ഗുരു സംഭവിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും നല്ല ഗുരുക്കന്മാരെ അന്വേഷിച്ച് നടക്കുക. അതിന് പാകപ്പെട്ടവനാണോ എന്നറിയാം. അപ്പോൾ എൻ്റെ ഗുരുവിനെ 4 ആൾ അറിയോ? അതൊന്നും ഇവിടെ വിഷയമല്ല. ആചാര്യോപാസന, ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആജിനോദിച്ച ശാസ്ത്രാണി, ശാസ്ത്രങ്ങളൊക്കെ ആചരിക്കുന്നവൻ, മറ്റുള്ളവനെ ആചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നവനും കൂടിയാണ്. അങ്ങനെയുള്ള ആചാര്യൻ്റെ ഒരു സാന്നിധ്യം, അങ്ങനെ ഒരു ആചാര്യൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക പ്രധാന ജ്ഞാനത്തിൻ്റെ ലക്ഷണത്തിൽ പറയുന്ന ഒന്നാണ് ആചാര്യോപാസനം. അവിടെ എന്തുണ്ട്? ഗുരു ശുശ്രൂഷ ഉണ്ട്. ആചാര്യോപാസനം എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ ശുശ്രൂഷ എന്നുള്ളതാണ്. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ശ്രോതും ഇച്ഛ എന്നാണ്. അവിടെയാണ് കേൾക്കാനുള്ള താല്പര്യം. അങ്ങനെ നമുക്കൊരാളുണ്ടാവണം, നമ്മളെ കേൾക്കാനും നമുക്ക് കേൾക്കാനും. അങ്ങനെ സംഭവിക്കുമ്പോഴോ അത് കേമായിട്ടുള്ള ഒന്നാണ്. പിന്നെ ആറാമത്തത് ആചാര്യോപാസനം. 7-ാമത്തത് ശൗചം. ആചാര്യോപാസനം ശൗചം. ശൗചം ശുചിത്വം. ശൗചം പഞ്ചവിധം സ്മൃതം എന്നാണ്. ശരീരശൗചം, വാക്ശൗചം, കർമ്മശൗചം, കുലശൗചം, മനഃശൗചം. ശരീരശൗചം ശരീരത്തിൻ്റെ ശുചിത്വം. കുളി നനയൊക്കെ അതിൽ പെടുന്നതാണ്. വാക്ശൗചം, വാക്കിൻ്റെ ശുചിത്വം. ഇന്ന് വർത്തമാനകാലത്ത് ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്തൊരു വഷളന്മാരാണെന്നറിയും നമ്മുടെ നാട്ടിൽ. അത്ഭുതം തോന്നുന്നു. ഒരാളെക്കുറിച്ച് നല്ലത് പറഞ്ഞു, അപ്പോഴേക്കും ചിലർ തുടങ്ങി അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്, അതങ്ങനെ പറഞ്ഞത് ശരിയായില്ല, നല്ലത് പറയാൻ പാടില്ല എന്നാ ഇന്ന്. അത് ഓപ്പോസിഷൻ പാർട്ടിക്കാരൊക്കെ ആണെങ്കിലും അത് വലിയ പ്രശ്നമാണ്. നമ്മൾ പ്രാർത്ഥനയായിട്ട് ചൊല്ലുന്നത് തന്നെ എന്താ? നല്ല വാക്കോതിടാൻ ത്രാണിയുണ്ടാകണം എന്നാ. നല്ലത് പറയാനൊരു ത്രാണി എനിക്ക് വേണമെന്നാ, തരണേ ഭഗവാനെ എന്നാ. അങ്ങനെ ആരെങ്കിലും നല്ലത് പറയുമ്പോൾ ഉടനെ ഇതാ പ്രശ്നം. നമ്മൾ ചിലതിനെ നല്ലത് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ഉടനെ ദേഷ്യം വരും ചിലർക്ക്. കാരണം നല്ലത് പറയാനുള്ള ത്രാണി അത് വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ അങ്ങനെ നല്ലത് പറഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും? എന്നാൽ നിങ്ങൾ എല്ലാം നല്ലത് പറയൂ, അല്ലെ നല്ലത് കാണണ്ടേ, നല്ലത് പറയാൻ. എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ പറയായിരുന്നു, പക്ഷെ ഒന്നും കാണാനില്ലല്ലോ. അപ്പം നല്ലത് പറയുക, അതാണ് വാക്ശൗചം. ശരീരശൗചം, വാക്ശൗചം. വാക്കുകളെ കൊണ്ട് നമ്മൾ മുറിവേൽപ്പിക്കാതിരിക്കുക. വാങ്മേ മനസ്സി പ്രതിഷ്ഠിത, മനോമേ വാചി പ്രതിഷ്ഠിത. നമ്മുടെ വാക്കുകളിൽ നമ്മുടെ മനസ്സ് ഉണ്ടായിരിക്കുക. വാക്കിൽ മനസ്സും മനസ്സിൽ വാക്കും പരസ്പര പൂരകങ്ങളായിരിക്കണം. ഇത് ഞാൻ ആ ഉദ്ദേശത്തിലല്ല
എന്നാൽ ഞാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് ഹേർട്ട് ചെയ്തു, മുറിവേറ്റു. ഞാനതിനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ട്, നിങ്ങൾ ആ സന്ദർഭത്തിൽ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. ആര് പറഞ്ഞു? ഞാൻ പറയും, ഇനിയും പറയും. എന്നിട്ട് ആളോട് ചോദിക്കുക, അല്ല ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? അല്ല എന്നാലും അതെ, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നന്നായി, ഞാൻ ആ തോന്നാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്, ഞാൻ ഒന്നും മറന്നു പോകുന്നില്ല. എന്നിട്ട് വീണ്ടും ഇങ്ങനെയുണ്ട്. എന്നാൽ പോവാം, നമുക്ക് ഭാഗവത സപ്താഹത്തിന് പോവാം. എങ്ങനെയുണ്ട്? ഒരു ശുചിത്വം ഇല്ലാതെ. അപ്പോൾ ശരീരശൗചം, വാക്ശൗചം, മനഃശൗചം, മനസ്സിൻ്റെ ശുചിത്വം. മനസ്സ് മുഴുവൻ മലിനമാണ്, മനസ്സ് ശുദ്ധമായിരിക്കട്ടെ. ശരീരശൗചം, വാക്ശൗചം, മനഃശൗചം, കർമ്മശൗചം, കർമ്മങ്ങളിലെ ശുചിത്വം. കുലശൗചം, നമ്മുടെ കുലം മനുഷ്യകുലമാണ്. നമ്മളെ നാണിപ്പിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മൾ രാവിലെ ഈ തിരുവനന്തപുരം കനകക്കുന്നിൽ ഇങ്ങനെ നടക്കാൻ പോകാറുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ് നടക്കാൻ. ഹിമാലയ കൈലാസ യാത്രയ്ക്കുള്ള മുന്നോടിയായിട്ടുള്ള പ്രിപ്പറേഷനാണ്. സാധാരണ ചെയ്യുകയും അപ്പോൾ നല്ല അനായാസേന നമുക്ക് പോയി വരാം. ജൂലൈ പോകുന്ന. അപ്പോൾ അവിടെ കനകക്കുന്നിൽ നമ്മൾ ഈ വെള്ളം കുടിച്ച ബോട്ടിലിടാനും എല്ലാം വളരെ നല്ല രീതിയിൽ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തു വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. നടപ്പാത നല്ല അതിമനോഹരമാണ്. എന്നിട്ടും പ്ലാസ്റ്റിക് ബോട്ടിൽ അലക്ഷ്യമായിട്ട് ഇടുക. ചായ അതും അവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലെ കോഫി ഷോപ്പ് അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ കുടിച്ച ചായപാത്രങ്ങൾ ഇത് എല്ലാം ഈ നല്ല മനോഹരമായിട്ടുള്ള പുൽത്തകിടിയിലും ഈ ചെടികളൊക്കെ വെച്ചിരിക്കുന്ന നല്ല അസലായിട്ട് ഗ്രനൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ആ പുല്ലിൻ്റെയൊക്കെ ഇടയിൽ കൊണ്ടുപോയിട്ടാണ് ഇതൊക്കെ കൊണ്ടുപോയി ഇടുന്നത്. ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മനുഷ്യന്മാർ. കുലശൗചം എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ടുള്ള ഞാൻ എൻ്റെ മനുകുലത്തിന് നാണക്കേടുണ്ടാക്കുന്ന, അവമാനക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഞാനത് ചെയ്യുന്നില്ല, ഞാനങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തൊരു ഇതാണെന്നറിയോ? മറ്റൊരു ജീവജാലവും ഒരു തരത്തിലുള്ള ഹാനി ഈ പ്രകൃതിക്ക് ഉണ്ടാക്കുന്നില്ല. അവരൊന്നും അങ്ങനെ അടയാളപ്പെടുത്തുന്നില്ല, ഏതെങ്കിലും വിധത്തിലുള്ള പോറലുകൾ ഏൽപ്പിക്കുന്നില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു പാർക്കിലോ ഒരു ബീച്ചിലോ 10 മിനിറ്റ് പോയി ഇരുന്നാൽ അവിടെ ഒരു ഡാമേജ് ഉണ്ടാക്കിയിട്ടാണ് പോരുക. അതുപോലെ നമ്മുടെ ബീച്ച്, ശംഖുമുഖം ബീച്ചിലൊക്കെ കാണണം. എത്ര ഈ എന്താ പറയുക, ഈ ഇത് ചവറ് എടുത്ത് മാറ്റി അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വരിക, ഇതൊക്കെ തന്നെ ചെയ്യുക. എല്ലാം ഉണ്ട് അവിടെ. ഈ മാങ്ങ, ഈ നമ്മളെ റോ മാംഗോ ചെത്തിയിട്ട് അതിങ്ങനെ കവറിലാക്കിയിട്ട് അതിൽ മസാലയൊക്കെ ഇട്ടിട്ട് അവിടെ വിൽക്കുന്ന ഇതുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു കവറിൽ മേടിക്കുക, അത് ഇങ്ങനെ കടലിൻ്റെ ആ തീരത്ത് ആ ഭാഗത്തൊക്കെ പോയി കഴിച്ചു കഴിഞ്ഞ് അത് അവിടെ ഇടുക. അത് ആരെയും കുട്ടികളും എല്ലാവരുമായിട്ടാണ്. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യന്മാർ? ഒരു വിദ്വാന്മാർ ഒരു ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. ഇവന്മാരെല്ലാം മോട്ടോർ സൈക്കിളിൽ വന്നാന്ന് തോന്നുന്നുണ്ട്. ഹെൽമെറ്റൊക്കെ ഉണ്ട്. എല്ലാ ഹെൽമെറ്റും ഊരിയിട്ട് അവിടെ ഒരു എന്താ പറയുക, ഫൈറ്റർ വിമാനമുണ്ട് അവിടെ, ഇത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവിടെ മുകളിൽ കൊണ്ടുവച്ചിരിക്കുന്നു ഫോട്ടോ എടുക്കാൻ എന്ന് പറഞ്ഞാൽ ഇവരവിടെ എവിടെയൊക്കെ തിരിഞ്ഞ് കളിക്കുക. അപ്പോൾ ഇവർക്കത് കയ്യിൽ പിടിച്ച് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അത് അവിടെ വെച്ചിരിക്കുക. നോക്കൂ, ഒരു ഹെൽമെറ്റ് സ്റ്റാൻഡ് ആക്കിയിരിക്കുകയാണ് ഒരു ഫ്ലൈറ്റിന്. അപ്പം നമ്മൾ ചോദിച്ചു, ഇതവിടെ ഉള്ളതാണോ, ഇതവിടെ ആദ്യം ഉണ്ടോയെന്ന് ചോദിച്ചു. അല്ല, അത് ഞങ്ങളുടെയാണ്. നമ്മൾ ചോദിച്ചു, എന്താണ് ചേട്ടാ
അതൊരു ഹെൽമെറ്റ് സ്റ്റാൻഡാണോ? അതിനെന്താ കുഴപ്പം, എന്താ? ഇതാണ്. അപ്പം ഇങ്ങനെ ഓരോരുത്തർ കണ്ട അവരുടെ ഈ ഇതുമൊക്കെ അതിനുള്ളതാണോ? നമുക്കൊരു സാമാന്യ മര്യാദ ഇല്ലേ ഇതിനൊക്കെ? അങ്ങനെ നമ്മുടെ മനുഷ്യന്മാരുടെ ചില ചെയ്തികളുണ്ട്, മനുഷ്യനെ നാണം കെടുത്തുന്നത്. അതൊന്നും ഇല്ലാതിരിക്കുക. അതാണ് കുലശൗചം എന്ന് പറയുന്നത്. കുലം എന്ന് പറയുന്നത് നമ്മുടെ കുലം മനുകുലമാണ്. ആ മനുഷ്യൻ്റെ ചെയ്തികളുടെ ഉത്തരവാദിത്വം. നാരായണപിള്ള, MP നാരായണപിള്ള പറയും, ഒരു പൂച്ച പോലും കാഷ്ടിച്ചു കഴിഞ്ഞാൽ അത് മണ്ണ് മൂടിയിട്ടിട്ട് പോകുന്ന ഒരു സംസ്കാരം അതിനുണ്ട്. നമുക്കതുപോലും ഇല്ലാത്ത ഒരു രക്ഷയില്ല ചില കാര്യങ്ങളിലൊന്നും. 4 ചുവരുകൾക്കുള്ളിൽ ആരും കാണാനില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് വൃത്തികേടുകളും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ. അത് ഈ ശൗചത്തിൻ്റെ, ശുചിത്വത്തിൻ്റെ ഭാഗമാണ്. ഏത് ശുചിത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെക്കുറിച്ച് മറ്റുള്ളൊരാൾ, അടുത്ത് വരുന്ന ആളുണ്ടാവും വാഷ്റൂം ടോയ്ലറ്റ് ഉപയോഗിക്കാൻ, അതൊന്നും നമ്മുടെ പരിഗണനാ വിഷയമല്ല. ട്രെയിനിൽ, ബസ് സ്റ്റാൻഡിൽ, ബസ് സ്റ്റേഷനിൽ, പല ഇങ്ങനെ പബ്ലിക് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പലതും ഉപയോഗിക്കുന്നത്. ഈവൻ തിയേറ്റർ. എന്നാൽ ഇരിക്കാൻ നേരത്തൊക്കെ നോക്കും. ഈവൻ ഒരു ഹോട്ടലിൽ പോലും ഭക്ഷണം കഴിച്ച് എണീറ്റ് പോകുമ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചൊരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. ഇതാണ് വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇതാക്കാൻ പറ്റില്ല. അതൊക്കെ ഈവൻ ചെയർ പോലും നമ്മൾ ടേബിളിലേക്ക് മാറ്റിവെച്ച് അങ്ങനെ ചെയ്യാതെ എണീറ്റ് പോകുന്നവൻ കൾച്ചറില്ലാത്തവനാണ് അവിടെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതൊക്കെ ചെയ്യുന്നവനാണ് കൾച്ചറുള്ളവൻ. നമ്മളെക്കുറിച്ചുള്ള മനുഷ്യരെന്നുള്ളതിൽ നമ്മളിപ്പോഴും ആ ഒരു അസോസിയേഷൻ, മനുകുലത്തിനോട് നമുക്കൊരു അസോസിയേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എത്ര കാലങ്ങൾക്ക് മുമ്പാണ് ഗീത ഇതൊക്കെ പറയുന്നത്. ശരീരശൗചം, വാക്ശൗചം, മനഃശൗചം, കർമ്മശൗചം, കുലശൗചം. ശൗചം പഞ്ചവിധം സ്മൃതം. ബാക്കി നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി.